ഏങ്ങുന്നിതാ. മുമ്പ് ഞാനായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ജനലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. എന്തുപറ്റി? ഒരു മൂഡ് ഓഫ്? നമ്മൾ തമ്മിൽ എല്ലാ കാര്യത്തിനും ഒരു ധാരണയുണ്ടാവുമെന്ന് ഞാൻ കരുതിയത്. മുൻകൂട്ടി പരസ്പരം പറഞ്ഞില്ലെങ്കിലും ആ ധാരണയ്ക്ക് മാറ്റം വരില്ല. ഇതുവരെ അതാണ് അനുഭവം. ഇപ്പൊ എന്ത് സംഭവിച്ചു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സുമിത്രാമ്മയെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരേ മനസ്സോടെയാണ് നമ്മൾ തീരുമാനമെടുത്തത്. പനക്കലെ വീടും പറമ്പും തിരികെ വാങ്ങുന്ന കാര്യം ഞാൻ ഓർത്തപ്പോഴേക്കും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. കാർത്തിയായനെ ഞാനൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും വണ്ടി എടുത്തിരിക്കും. പക്ഷേ മനീഷിന്റെ കാര്യമാണോ? അപ്പൊ അറിയാം. ഒരാൾക്കൊരു സഹായം ചെയ്താൽ അതുകൊണ്ട് അയാൾക്ക് പ്രയോജനം വേണം. 10,000 രൂപ ആവശ്യമുള്ള ഒരാൾക്ക് 5,000 കൊടുത്താൽ അതൊരാശ്വാസ. അതേസമയം 10 ലക്ഷം രൂപയുടെ ആവശ്യക്കാരന് 5,000 കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മനീഷിന് ആവശ്യം ജീവിതത്തിനൊരു സപ്പോർട്ടാ, അല്ലാതെ ഒരു തലോടലല്ല. അതിന് അവനെ പിടിച്ച് മാനേജറാക്കണോ? മനീഷിനോട് വരം വിളിച്ചു പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയും വിചാരിച്ചില്ല. എന്നോട് നേരത്തെ പറഞ്ഞ അനുകൂലിക്കില്ലെന്ന് തോന്നിയിട്ടല്ലേ പറയാതിരുന്നത്? നിഷേധിക്കുന്നില്ല എന്ന് കരുതി ഞാൻ നേരിട്ട് മനീഷിനെ വിളിച്ച് സംസാരിച്ചത് ഒന്നാളാവാം എന്ന് വിചാരിച്ചല്ല. താനില്ലാത്തൊരു ദിവസമാണ് മനീഷ് ഇവിടെ വന്ന് എന്നെ കണ്ടത്. ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ, കുറച്ച് പണം കൊടുത്തിട്ട് വാങ്ങിയില്ല. ജീവിതത്തിന് അടിസ്ഥാനം വേണമെന്ന് അയാൾ പറഞ്ഞപ്പോ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. മനസ്സിലുള്ള ആവശ്യം നാട്യങ്ങളില്ലാതെ തുറന്നു പറഞ്ഞു. അതാണ് മനീഷിൽ ഞാൻ കണ്ട പ്ലസ് പോയിന്റ്. സമ്മതിച്ചു. അതിനുള്ള പാരിതോഷികം ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ജോലി ആവണമായിരുന്നോ? മനീഷ് തന്റെ സഹോദരനായി പോയതാണോ അയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ? മറ്റുള്ളവരുടെ മുമ്പിൽ നന്ദനയുടെ ഇമേജ് മോശമായി പോകും എന്നതാണ് വിഷയമെങ്കിൽ ലീവ് ഇറ്റ്. ആരുടെയും സർട്ടിഫിക്കറ്റ് ഉദ്ദേശമല്ല നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടത്. മനീഷിനൊരു ജോലി ആവശ്യമാണ്, അയാളത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ആലോചിച്ചത്. മാനേജറുടെ പദവിയിലിരിക്കാനുള്ള പഠിത്തം അവനെ ഇല്ല. ബിസിനസ് മാനേജ്മെന്റ് പാസ്സായ എത്രയോ പേർ വേറെയുണ്ട്. നന്ദന ബിസിനസ് മാനേജ്മെന്റ് പാസ്സായിട്ടുണ്ട്. അമ്മ നിർബന്ധിച്ചുകൊണ്ടാണ് താൻ ഓഫീസിൽ പോയി തുടങ്ങിയത്. പിന്നെ ഉണ്ടായത് എന്താ? ഏത് MBA-കാരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഓഫീസ് താൻ മാനേജ് ചെയ്യുന്നില്ലേ? ആത്മാർത്ഥതയാണ് വേണ്ടത്, പിന്നെ കമ്മിറ്റ്മെന്റും. പറയുന്നത് നാണക്കേടാ, എന്നാലും അറിഞ്ഞിരിക്കണമല്ലോ. മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. സുമിത്രാമ്മയുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ഇട്ടുവച്ചിരുന്ന വഞ്ചി വരെ അവൻ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഓ, അതൊരു നല്ല കാര്യമല്ല. ചെറിയൊരു സമ്പാദ്യ കൊടുക്ക മോഷ്ടിച്ചാലും ബാങ്ക് കവർച്ച നടത്തിയാലും മോഷണം മോഷണം തന്നെയാ. അക്കാര്യത്തിൽ മനീഷിനെ ഞാൻ അനുകൂലിക്കുന്നുമില്ല. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്നു? അതാണ് ഞാൻ കാണുന്ന ഉത്തരം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തന്റെ അനിയൻ എത്തിപ്പെട്ടു. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും തനിക്കോ അമ്മയ്ക്കോ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഒരു ചോദ്യം മാത്രം, അതിന് താൻ മറുപടി തരണം. മനീഷ് ഒരു ഇൻബോൺ ക്രിമിനലാണ്. ജന്മനാൽ കുറ്റവാസനയുള്ള ഒരാളായിരുന്നോ തന്റെ അനിയൻ? അല്ല.
വീട്ടിലെല്ലാവരുടെയും പെറ്റായിരുന്നു കുഞ്ഞുനാളിൽ അവൻ. വലുതാവുമ്പോ പൈലറ്റ് ആവണമെന്ന് അന്ന് പറയുമായിരുന്നു. സാഹചര്യങ്ങളാ അയാൾ ഇന്നത്തെ അവസ്ഥയെ കൊണ്ടെത്തിച്ചത്. മാറി നിന്ന് കുറ്റപ്പെടുത്താൻ എളുപ്പാ. ഒരു കൈ നീട്ടിക്കൊടുക്കാൻ തയ്യാറാവാതെ വിമർശിക്കുന്നത് ഒറ്റവാക്കി പറഞ്ഞാൽ നോൺസെൻസാ. താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ചെറിയ പ്രായത്തിൽ മഹാവികൃതികളായ ചില കുട്ടികളുണ്ട്. ഒരിടത്തും അടങ്ങിയിരിക്കില്ല. തല്ലുകൊള്ളാനായി സമയം കാണും. കുട്ടിക്കാലം കഴിഞ്ഞാൽ അവർ വളരെ സൈലന്റ് ആയിരിക്കും. പഠിച്ച് മിടുക്കരായി ഐഡിയൽ ലൈഫിലേക്ക് പോകും. അതേസമയം കുട്ടിക്കാലത്ത് വളരെ ശാന്തശീലരായ മറ്റു ചിലരുണ്ട്. അവരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. മുതിർന്നു കഴിഞ്ഞാൽ അവരിൽ പലരും കുഴപ്പക്കാരാവും. വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയാവും. പക്ഷേ മനുഷ്യന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അയാൾ നന്നാവും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കേ. ഗ്ലാസുകൾ തമ്മിൽ മാറിപ്പോവോ? മരുന്ന് ചേർത്ത ജ്യൂസ് അവക്ക് തന്നെ കിട്ടണം. യേതിയേട്ടനെ വിളിച്ച് പുതിയ സ്റ്റാഫിന്റെ കാര്യം സംസാരിച്ചില്ലേ? അയാളെ ഫോൺ കിട്ടണ്ടേ? കാർത്തിക ഡീറ്റെയിൽസ് അറിയിച്ചു കാണുമല്ലോ. എന്നാലും നമ്മൾ നേരിട്ട് പറയണം, അല്ലെങ്കിൽ പിന്നെ പരാതിയാവും. പരാതി എന്തായാലും ഉറപ്പാ. രണ്ടായാലും എനിക്ക് പരാതിയുണ്ട്. സ്റ്റെല്ലയുടെ കാര്യത്തിലാ. അവളെ അക്കൗണ്ടന്റ് ആക്കിയത് എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാ? അയാള് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവന്നല്ലോ. മുൻപരിചയവും ഉണ്ട്. ഏതോ ഒരു ഉണക്ക കമ്പനിയില് കുറച്ചുനാള് കണക്ക് നോക്കിയതാണോ മുൻപരിചയം? അവൾ ആള് ശരിയല്ല. നോട്ടം കണ്ടാലേ അറിയാം കുഴപ്പം പിടിച്ച കേസാന്ന്. അക്കൗണ്ട് സെക്ഷനിലല്ലേ അയാൾക്ക് ജോലി. എന്തിനും മറ്റുള്ളവരെ നോക്കണം. ആഹാ, കൂടുതൽ സ്റ്റാഫ് ആണുങ്ങളാ. അതിനിടയ്ക്ക് സ്റ്റെല്ലയെ പോലൊരു കുഴഞ്ഞാട്ടക്കാരി വന്നാ പ്രശ്നമാവൂതേട്ടാ. ഒരു തവണയല്ലേ ചേച്ചി അയാളെ കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇങ്ങനൊരു വിലയിരുത്തൽ നടത്തിയാലോ? അവള് പെശ കാണുന്ന മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് നന്ദനെ. അതേ ഉദയേട്ടാ, മാനേജിംഗ് പാർട്ണർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, സ്റ്റെല്ലേ നമ്മുടെ കമ്പനിക്ക് വേണ്ട. പേർദോഷമാവും. പക്ഷെ നമ്മൾ ഫിക്സ് ചെയ്തു പോയില്ലേ? അതിനെന്താ, വിളിച്ചു പറയിക്കാം ആ നിയമനം ക്യാൻസൽ ചെയ്തെന്ന്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. അതിനൊരു കാരണം വേണ്ടേ? കാരണം കാണിച്ചില്ലെങ്കിൽ അവളെന്താ കേസ് കൊടുക്കോ? കാർത്തികയ്ക്ക് ആ കുട്ടി നേരത്തെ അറിയാമോ? പിന്നെ അറിയാതാണോ ഈ പറഞ്ഞതല്ലേ? സ്റ്റെല്ലേ ചേച്ചിക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ അറിയാന്ന് പറഞ്ഞതോ? ഒറ്റ നോട്ടത്തില് അവളുടെ സ്വഭാവം തിരിച്ചറിയാമെന്ന് പറഞ്ഞതാ. അപ്പോ അങ്ങനെ തീരുമാനിക്കല്ലേ? സ്റ്റെല്ലേ നമ്മൾ ജോലിക്ക് എടുക്കുന്നില്ല. കാർത്തിക തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്റർവ്യൂ നടത്തി അയാളെ ഫിക്സ് ചെയ്തതല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞല്ലോ നന്ദനെ. സ്റ്റെല്ലയോട് വരാൻ പറഞ്ഞ സ്ഥിതിക്ക് വന്നോട്ടെ.
ഒരു വിലയിരുത്തൽ നടത്തിയിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ചേച്ചി വെള്ളം കുടിക്കൂ. കാർത്തിക് കാര്യം എന്താണെന്ന് പറ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വണ്ടി എടുക്ക്. അയ്യോ ചതി പറ്റിയല്ലോ ഈശ്വര. എന്റെ നന്ദനെ പെട്ടെന്ന് ഉടനെ ഓപ്പറേഷൻ വേണ്ടി വരും. അയ്യോ ഹോസ്പിറ്റലിൽ വയറ് വേദനിക്കുന്നേ. അയ്യോ എനിക്ക് വയ്യ. ദൈവമേ. അയ്യോ അയ്യോ അമ്മേ. അയ്യോ എനിക്ക് വയ്യേ. അയ്യോ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോ തുടങ്ങിയതാ. താൻ നോക്ക്, ഞാൻ കാറിന്റെ കീഴിൽ താഴെ വരാം. എങ്ങനെയുണ്ട് ചേച്ചി? ഓപ്പറേഷൻ വേണ്ട. മുഴുവനും ഛർദിച്ചു കളഞ്ഞു. എന്താ ഉണ്ടായത്? പൊട്ട്. പൊട്ടോ? ഈച്ച. വലിയ പൊട്ട് പോലെ ഈച്ച എന്റെ ഗ്ലാസ്സിലെ. എന്റെ അമ്മോ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, സോറി. ഓഫീസ് ഒഴിവാക്കിയിട്ട് നിങ്ങളെ ഇന്ന് വീട്ടിലേക്ക് വിളിപ്പിച്ചതും കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് ഇന്റർവ്യൂ നടത്തിയതും എന്തിനാണെന്ന് മനസ്സിലായോ? സോറി. ഇല്ല മാഡം. മനീഷിന് മനസ്സിലായോ? അല്ല, ഇവിടെയാകുമ്പോ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കൂടുതൽ സൗകര്യമുണ്ട്. അതോ ഓഫീസ് ദൂരെ ആയതുകൊണ്ടാണോ? രണ്ടും അല്ല കാരണം. കുന്നത്തൂരെ എല്ലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന സ്റ്റാഫിന് ഈ വീടുമായി ഒരടുപ്പം ഉണ്ടാവണം. അതാണ് ഇവിടെ മീറ്റിംഗ് വെച്ചത്. അമ്മയുള്ള സമയത്തെ പാലിച്ചു പോന്നിരുന്ന ഒരു കീഴ്വഴക്കമാണ്. സ്റ്റാഫ് മെമ്പേഴ്സ് ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് കൂടി ആയിരിക്കണം. എന്നാൽ ആ അടുപ്പം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാ ജോലിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഉദാസീനതയും അനുവദിക്കില്ല. അതെ, കുട്ടി കേൾക്കുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. മനീഷിനോട് കൂടിയാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും വീഴ്ച കണ്ട വാണിംഗ് തരും. അതും 2 തവണയും ഉണ്ടാവൂ. മിസ്റ്റേക്ക് ആവർത്തിച്ച 3ാമത്തെ തവണ മുന്നറിയിപ്പ് ഉണ്ടാവില്ല. ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ലക്ഷ്മിപ്രിയയുടെ പോസ്റ്റ് എന്താ? അസിസ്റ്റന്റ് മാനേജർ. ഞാൻ ജനറൽ മാനേജറാ. പദവിയുടെ വലിപ്പം ഉത്തരവാദിത്തത്തിലാണ് കാണിക്കേണ്ടത്. ഒരാളുടെ ആബ്സെൻസിൽ അടുത്തയാൾക്ക് ആ ജോലി ചെയ്യേണ്ടി വരും. അധിക ജോലിക്ക് അർഹിക്കുന്ന അലവൻസും ഉണ്ടാവും. ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറാ മാം.
മാനേജർ ആയാലും അസിസ്റ്റന്റ് ആയാലും നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാം. സ്റ്റാഫ് കുറവുള്ള ദിവസം ഞാൻ സെയിൽസ് ഗേളായി നിന്നിട്ടുണ്ട്. അതിലെനിക്ക് ഒരു കുറച്ചിലും തോന്നിയിട്ടില്ല. ഏത് തൊഴിലിനും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ആ അതെ അതെ. ഒരു ജോലിയും ചെയ്യാതെ നടക്കുന്നതാണ് മാന്യത കുറവ്. തീർച്ചയായും. എന്തേത്? ഇവർ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ. സ്റ്റെല്ല എത്തിയില്ലേ? ഇല്ല. തുടക്കത്തിലെ കല്ലുകടിയാണല്ലോ. ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല നന്ദനെ. സ്റ്റെല്ലയോട് സംസാരിക്കണം. അവളുടെ സൗകര്യത്തിലിരിക്കല്ല മറ്റുള്ളവര്. സംസാരിക്കാം. എന്തൊരു അഹങ്കാരം നോക്ക്. ആദ്യത്തെ ദിവസമാ. എവിടെ പോയി കിടക്കണോ? ഇവളെയൊക്കെ ഓടിച്ചു വിടുക വേണ്ടത്. ഇല്ല, അഥവാ ആയെങ്കിലും ഞാൻ മാനേജ് ചെയ്തോളാം. നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. എനിക്ക് ബാബുജി അറിയേയില്ല. എനിക്ക് നിന്നെ അറിയത്തില്ല. സ്റ്റെല്ല എന്നാണ് നിന്റെ പേരെന്ന് പോലും എനിക്കറിയത്തില്ല. ഉദയവർമ്മ, നന്ദന, കാർത്തിക, ഈ 3 പേരും അകത്തുണ്ടാവും അല്ലേ? ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്യാൻ പ്രതാപവർമ്മ ഉണ്ടായിരുന്നു. അയാളെ പ്രത്യേകം ശ്രദ്ധിക്കണം. സൗകര്യം പോലെ ഒരു ചൂണ്ട കൊളുത്തി പ്രതാപവർമ്മയ്ക്ക് ഇട്ടുകൊടുക്ക്. കൊത്താൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് യതീന്ദ്രനെ ഞാൻ നാട്ടിലെത്തിക്കും. അവൻ ദുബായിലാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഏത് മാളത്തിലായാലും പുകച്ച് പുറത്ത് ചടിക്കും ഞാൻ. ആ വിശ്വാസം ഉണ്ടെനിക്ക്. അതുകൊണ്ടാ കുന്നത്തൂർ അക്കൗണ്ടന്റായി കളത്തിനുള്ളിൽ നിന്നെ എത്തിക്കാൻ ഞാൻ പണിപ്പെട്ടത്. എന്നാ ഞാൻ ചെല്ലട്ടെ? ഇടതുകാലം വെച്ച് അകത്ത് കയറിയാ മതി. നന്നാക്കലല്ല, നശിപ്പിക്കലാ നമ്മുടെ ലക്ഷ്യം. ചെല്ല്. ഗുഡ് മോർണിംഗ്. ഇവര് രണ്ടുപേരും നേരത്തെ എത്തി. ഇവരെത്തി. ഒരുത്തി മാത്രം ഇതുവരെ വന്നിട്ടില്ല. എക്സ്ക്യൂസ് മീ. മേ ഐ കം ഇൻ? സ്റ്റെല്ല വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. തോന്നുമ്പോ കയറി വന്നിട്ട് എന്തോന്ന് ഗുഡ് മോർണിംഗ്? കാർത്തികച്ചി. പിന്നെ കള്ളാണോ? ആദ്യത്തെ ദിവസം ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? 9 മണിന്ന് പറഞ്ഞ കൃത്യം 9 മണിക്ക് വരണം. 8 മണിന്നാ പറയുന്നതെങ്കിൽ കൃത്യം 8-ന് വന്നിരിക്കണം. സൗകര്യം പോലെ വരാനും പോകാനും ഇത് സത്രമല്ല. കൃത്യനിഷ്ഠയുടെ കാര്യം സ്റ്റെല്ലയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അനുസരിക്കുന്നില്ലല്ലോ. നേരത്തെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി തന്റെ ഇടം കൂടുതലാണെന്ന്. സോറി സർ. എന്നെ ഇന്ന് കണ്ടപ്പോഴാണ് കാർത്തിക മാഡത്തിന് അങ്ങനെ തോന്നിയത്. ഇവിടെ വരുന്നതിന് മുമ്പ് മാഡം എന്നെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? ഞാനൊന്നും കണ്ടിട്ടില്ല. എന്നാ മാഡത്തിനെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, അറിയുകയും ചെയ്യും. വെറുതെ നുണ പറയല്ലേ. കാർത്തിക മാഡത്തിനെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാവരെയും എനിക്കറിയാം. ഗൾഫിൽ പോയ യതീന്ദ്രൻ സാറിനെയും അറിയാം. എങ്ങനെയാ സ്റ്റെല്ലയ്ക്ക് ഞങ്ങളെയൊക്കെ പരിചയം? പ്രസിദ്ധമായ കുന്നത്തൂർ കോവിലകത്തെ ആളുകളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയില്ലേ? അങ്ങനെ എനിക്കും അറിയാം. എത്ര ബിസിനസ്സുകളാ ഈ കോവിലകത്തിന്റെ പേരിലുള്ളത്. അതെ, സോപ്പിട്ടിട്ടൊന്നും കാര്യമില്ല. നല്ലൊരു ദിവസമായിട്ട് രാവിലെ. ഞങ്ങൾക്ക് രാഹുകാലത്തിലൊക്കെ വിശ്വാസമുണ്ട്. ഒരു കാര്യം തുടങ്ങുമ്പോ രാഹുകാലം നോക്കണം. എന്നാ മാഡം പറ, ഇന്ന് എപ്പോഴാ രാഹുകാലം? ഇന്ന് രാഹുകാലം. ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നു. പറയാൻ എനിക്ക് സൗകര്യമില്ല. അറിയാൻ മേലെങ്കിൽ ഞാൻ പറയാം. ഇന്ന് തിങ്കളാഴ്ച രാവിലെ 7:30 മുതൽ 9 മണി വരെയാണ് രാഹുകാലം. വീട്ടിൽ നിന്ന് ഞാൻ 7 മണിക്ക് മുന്നേ ഇറങ്ങി.
പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചു. 9:30 കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. കൂടുതൽ വിസ്തരിക്കണമെന്നില്ല. താമസിച്ച് വന്നതിന് കാരണം എഴുതി തരണം. നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ ചെലവാവില്ല. രാവിലെ അമ്പലത്തിലും പള്ളിയിലും പോയിട്ടേ വരുള്ളൂന്ന് ഞാൻ നന്ദന മേഡത്തിനെയും ഉദയൻ സാറിനെ അറിയിച്ചിരുന്നു. സ്റ്റെല്ല പറഞ്ഞതാണ്. ഇനി ആവട്ടെ, എല്ലാ കാര്യങ്ങളും കാർത്തിക മേഡത്തിനെയും കൂടി അറിയിക്കാം. ഫസ്റ്റ് ടൈം അല്ലേ, വിട്ടുപോയതിന് സോറി. എന്നാ ഞങ്ങൾ ഓഫീസിലേക്ക് പൊക്കോട്ടെ സർ. ഡ്രോപ്പ് ചെയ്യും, ഡ്രൈവറോട് പറഞ്ഞാൽ മതി. എന്നാ ചെല്ലട്ടെ. ഒരു നിമിഷം. ശരി മാഡം. വരട്ടെ സാർ. നന്ദേച്ചി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് ചേച്ചി. എന്നാ ഞാൻ ഓക്കെ.